Any more questions? Questions ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ? ചോദിച്ചോ. സാറിന്റെ ചെസ്സിൽ എന്തൊക്കെയാ മെഡൽസ്? മോളെ ഇതില് കുറെ ഉണ്ട്. ഇത് 9 year മെഡൽ എന്ന് പറയും, ഈ പച്ച കളറിലുള്ള ലൈനില്. അത് കഴിഞ്ഞ് 25 years, അത് കഴിഞ്ഞ് ഫീൽഡ് സർവീസ്, അത് കഴിഞ്ഞ് സിയാച്ചിൻ സർവീസിന്റെ ആണ് ഈ നീല കളറില് ഇങ്ങനെ ആരോ, അത് ഈ മൗണ്ടന്റെ കണ്ടില്ലേ, അത് ഹൈ ആൾട്ടിറ്റ്യൂഡിന്റെ മെഡലാണത്. അത് കഴിഞ്ഞ് അഗെയിൻ ഫീൽഡ് സർവീസ് ഓപ്പ് വിജയന്റെ, പിന്നീട് ഓ പവൻ, അതുപോലെ തന്നെ ശ്രീലങ്കൻ, അത് കഴിഞ്ഞ് 25th ഇൻഡിപെൻഡൻസ് ഡേന്റെ ഉണ്ട്. ലാസ്റ്റിലുള്ളത് പ്രസിഡന്റിന്റെ ഗാലറി മെഡലാണ്. അതെല്ലാവർക്കും അതിന് കിട്ടില്ല. എന്തെങ്കിലും ഒരു നല്ലൊരു ഓപ്പറേഷൻ ചെയ്ത് യു ഗെറ്റ് ഇറ്റ് ഫോർ സേനാ മെഡൽ ഫോർ ദ ഗാലൻട്രി. ഇതെങ്ങനെ പറ്റുന്നു? ഇതൊക്കെ ഓള് വലുതായിട്ട് വരുന്ന സമയത്ത് യു ഷുഡ് ജോയിൻ ദ NDA. ഇന്ന് പെൺകുട്ടികൾക്കും NDAയിൽ ജോയിൻ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അവിടെ കയറൂ. അപ്പൊ ഇപ്പൊ തന്നെ അത് മനസ്സിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർമി, നേവി, എയർഫോഴ്സ്. എയർഫോഴ്സ് പോയി കഴിഞ്ഞാൽ ഫൈറ്റർ വിമാനമടക്കം പെൺകുട്ടികൾക്ക് ഇന്ന് ഫ്ലൈ ചെയ്യാൻ സാധിക്കും. സോ യു ഷുഡ് ട്രൈ ഫോർ ഇറ്റ്. ഓക്കെ, ബോയ്സ് ഡെഫിനറ്റ്ലി ദേ വിൽ ഡു ഇറ്റ്. ബട്ട് നിങ്ങൾക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ഇന്ത്യൻ ഗവൺമെന്റ് സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ 2 വർഷമായിട്ട് NDAയിൽ പെൺകുട്ടികൾക്കും ചേരാം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. യെസ്, എനിമോ സാർ ഏതൊക്കെ ഗണ്ണ് യൂസ് ചെയ്തിട്ടുണ്ട്? ഞാൻ പട്ടാളത്തിൽ ചേർന്ന സമയത്ത് ഒരു പട്ടാളക്കാരനായിട്ടാണ് ഞാൻ ചേർന്നത്. ആ 3 വർഷം എന്ന് പറയുന്നത് SLR എന്ന് പറയുന്നത് സെൽഫ് ലോഡിംഗ് റൈഫിൾ എന്ന് പറയും. അത് ഇപ്പൊ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഓബ്സലീറ്റ് ആയിരിക്കുന്നു. പക്ഷേ ഇന്നും യുദ്ധഭൂമിയിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആ SLR ആണ്. അതിപ്പോ കാണാനില്ല അങ്ങനെ. അതിന് പകരമാണ് ഇപ്പൊ നമ്മൾ ഇൻസാസ് ഗൺസ് കൊണ്ടുവന്നിട്ട്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ ആർമിയിൽ കാണുന്നത് AK-47 അങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ MB5 എന്ന് പറയും. നിങ്ങൾ പ്രൈം മിനിസ്റ്ററുടെ എല്ലാം സെക്യൂരിറ്റിയുടെ കയ്യിൽ കാണാം ഒരു കറുത്തിട്ടുള്ള ചെറിയൊരു വെപ്പൺ. വൺ ഓഫ് ദ ബെസ്റ്റ് വെപ്പൺസ്, ജർമ്മൻ വെപ്പൺ ആണത്. അത് 9mm കാലിബറുള്ള വെപ്പൺ, വെരി ഗുഡ് വെപ്പൺ. അതങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് കമാൻഡോസിലിരിക്കുന്ന സമയത്ത്. ദാറ്റ് വാസ് ഇൻ 88 to 92. അതുപോലെ PSG-1 സ്നൈപ്പർ വെപ്പൺസ്, ഒരുവിധം എല്ലാ വെപ്പൺസും സാധിക്കാവുന്ന എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ്ങിലാണെങ്കിലും ഓൺ ഗ്രൗണ്ട് ആണെങ്കിലും. ഓൺ ഗ്രൗണ്ടിൽ നമ്മൾ അധികം യൂസ് ചെയ്തിരിക്കുന്ന AK-47 MB5 ആണ്. അത് കൗണ്ടർ ടെററിസം ചെയ്യുമ്പോൾ പഞ്ചാബിലും കാശ്മീരിലും ആ ഗൺസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, എനിക്ക് ഇതിന്റെ അകത്ത് ആകെ അറിയാവുന്ന ഒരു പേര് AK-47. അതിന്റെ ഇനീഷ്യൽ എന്ന് പറയുന്നത് AK രവീന്ദ്രൻ എന്നാണ്. ആച്ചത്ത് കുട്ടിശങ്കര രവീന്ദ്രൻ. അപ്പൊ എന്നെ ആർമിയിലൊക്കെ വിളിക്കുമായിരുന്നു AK-47. ഈ ഒരു ദിവസം നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച ഒരു ചീഫ് ഗസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ ഈ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാൻ എത്തിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.